ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഭക്ഷണമാണേ. അപ്പോൾ ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉത്സവം നടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലായിടത്തും അന്നദാനമുണ്ട്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം നൽകുന്ന അമ്പലങ്ങളുണ്ട്. നമ്മളൊക്കെ അവിടെ പോയി കഴിക്കാറുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കാൻ പോകുന്ന സമയത്ത് ചിലരുടെ ഒരു ചോദ്യമുണ്ട്, ഓസിക്ക് കിട്ടുന്നതൊന്നും ഒഴിവാക്കരുതേ. നമ്മൾ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രസാദമായിട്ടാണ്. അല്ലെങ്കിൽ പള്ളികൾ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അതൊരു പ്രസാദമായിട്ട്, ഒരു നേരത്തെ ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കുക, അതിലും വലിയ മഹാദാനം, അന്നദാനം മഹാദാനം എന്നാണല്ലേ. അപ്പോൾ അതിലും വലിയൊരു ദാനം വേറെ ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഭക്ഷണം നൽകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തെ കളിയാക്കിയിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം കളിയാക്കേണ്ട ഒരു കാര്യമല്ല അത്. ഏതൊരു വിശ്വാസിക്കും അവനവൻ വിശ്വസിക്കുന്ന ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പോകുന്ന ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കളിയാക്കേണ്ടത്? നമ്മൾ ഈ ചൂടിന് കഷ്ടപ്പെട്ട് കുട്ടികളെയും ഒക്കെ കൊണ്ടുപോയിട്ട് ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ ഭക്ഷണം ഉണ്ടാക്കേണ്ട സാഹചര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഈശ്വരൻ്റെ ഒരു പ്രസാദം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇമാതിരി കളിയാക്കലുകൾ വേണ്ട. അതൊരു നല്ലൊരു ടെൻഡൻസി അല്ല. അമ്പലങ്ങളിലും പള്ളികളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അമ്പലങ്ങളിലൂടെയും പള്ളികളിലൂടെയും ദിവസവും ജീവിച്ചു പോകുന്നവർ. അപ്പോൾ അവരൊക്കെ ഓസിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പോകുന്നതല്ല. അവരുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമാണ് അവരവിടെ പോകുന്നത്. അപ്പോൾ അതിനെ ഒരു കളിയാക്കലായിട്ട് കാണാതെ ഒരു മഹത്തായ ദാനമായിട്ട് കണ്ട് അതിനെ ഉൾക്കൊള്ളണം എന്ന് മാത്രം പറയുന്നു. ഓക്കെ, ബൈ.